KGF ചാപ്റ്റർ 2വിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ചാപ്റ്റർ 3യുടെ ക്ലൂ തന്നതോടെ മൂന്നാം ഭാഗം വരുമോ, വന്നാൽ എന്താകും കഥ എന്നൊക്കെ സിനിമ കണ്ട എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ KGF 3 വന്നാൽ വരാൻ സാധ്യതയുള്ള കഥയുടെ എല്ലാ പോസിബിലിറ്റീസുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആദ്യമേ പറയാം, KGF 1ലും 2ലും നമ്മൾ കണ്ടത് ആനന്ദ് എഴുതിയ കഥയാണ്. സത്യത്തിൽ നടന്നത് തന്നെ ആനന്ദ് എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരുപക്ഷെ റോക്കി പറഞ്ഞതുപോലെയാകണം ആനന്ദ് ആ കഥ എഴുതിയിട്ടുണ്ടാകുക. കാരണം റോക്കിയുടെ ജീവിതത്തിലെ കുട്ടിക്കാലം മുതലെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ആനന്ദ് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി KGF 3 വന്നാൽ 3 കഥാസാധ്യതകളാണുള്ളത്. പറയാതെ പോയ 3 വർഷത്തെ കഥ, റോക്കി ബായിയുടെ തിരിച്ചുവരവ്, റോക്കി ബായ് ഇല്ലാത്ത KGF, ഈ 3ലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി കടക്കാം. KGF ചാപ്റ്റർ 3യിൽ വരാൻ സാധ്യതയുള്ള ആദ്യത്തെ പോസിബിലിറ്റി ചാപ്റ്റർ 2വിൽ ഇടയ്ക്ക് വെച്ച് പറയാതെ പോയ ആ 3 വർഷത്തെ കഥയാണ്. എന്തുകൊണ്ട് 3 വർഷത്തെ കഥ അവർ പറയാതെ വിട്ടു എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. റോക്കിക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് US അടക്കം നിരവധി രാജ്യങ്ങളിലും ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ അറിയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ക്രൈംസൊക്കെ എങ്ങനെയുണ്ടായി, അവിടെയുള്ള റോക്കിയുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നിവ ഈ 3 വർഷ ഗ്യാപ്പിലെ കഥയിൽ കാണിക്കാൻ അവർക്ക് പറ്റും. അതേപോലെ ആദ്യ ഭാഗത്ത് ആനന്ദ് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്ന 2 സീനുകൾ, പോലീസ് സ്റ്റേഷനിലെ ഒരു സീനും പബ്ബിലെ സീനും, ഇത് രണ്ടും നടന്നത് ആ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ ആ സീനുകളിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളും അവർക്ക് ചാപ്റ്റർ 3യിൽ കൊണ്ടുവരാം. നമ്മൾ കണ്ടതിനും അപ്പുറമാണ് റോക്കി എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. റോക്കി എങ്ങനെ ആ ലെവലിലെത്തി എന്നത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ ഈ 3 വർഷ ഗ്യാപ്പിലെ കഥ കൊണ്ടുവന്നാൽ സാധിക്കും. അടുത്തത് റോക്കി ബായിയുടെ തിരിച്ചുവരവ്. റോക്കി ബായ് ശരിക്കും മരിച്ചോ എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ക്ലൈമാക്സ് സീൻ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിച്ചാണ് അവസാനിച്ചത്. ഒന്നാമത്തേത്, റോക്കി എന്തിന് സറണ്ടർ ആകണമെന്നത്. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലെത്തി ഇത്രയും സമ്പത്തുണ്ടാക്കിയ റോക്കി എന്തിന് തൻ്റെ സമ്പത്തുമായി സറണ്ടർ ചെയ്യണം, എന്നിട്ട് സ്വയം മരിക്കാൻ വേണ്ടി നിന്നുകൊടുക്കണം. ഈ ചോദ്യങ്ങളൊക്കെ സിനിമ കണ്ട പ്രേക്ഷകനെ ഒരുപാട് അലട്ടിയിരുന്നു. ഒരുപക്ഷെ റോക്കി ബായ് തൻ്റെ മരണം ഫേക്ക് ചെയ്തതായിക്കൂടി. KGFിലെ ജനങ്ങൾക്ക് താമസിക്കാൻ ന്യൂ KGF എന്ന പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടാണ് റോക്കി പോയത്. ആ ദിവസം അവനും അവസാനിച്ചു, ആ സ്ഥലവും അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും KGF അവസാനിച്ചെങ്കിലും അതിലെ ജനങ്ങൾ പുതിയൊരു സ്ഥലത്ത് പുതുജീവിതം ആരംഭിക്കുന്നു. അതുപോലെ റോക്കിക്കും ആരംഭിച്ചുകൂടെ. റോക്കിയുടെ ഡെഡ് ബോഡിയും അത്രയും ഗോൾഡും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ നമുക്ക് കാണാം. ഒരുപക്ഷെ US നേവി, ഇന്തോനേഷ്യൻ നേവി എന്നൊക്കെ പറഞ്ഞു വന്നത് റോക്കിയുടെ ആൾക്കാരായിക്കൂടെ. തൻ്റെ മരണം റോക്കി പ്ലാൻ ചെയ്ത് ഫേക്ക് ചെയ്തതായിക്കൂടെ. ഒരുപക്ഷെ അന്തർവാഹിനികൾ അഥവാ സബ്മറൈൻസ് ഉപയോഗിച്ച് റോക്കി രക്ഷപ്പെട്ടുകൂടെ. അങ്ങനെ ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ടല്ലോ. മാത്രമല്ല റോക്കിയുടെ കയ്യിൽ മരണം വരെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അമ്മ കെട്ടിക്കൊടുത്ത ഏലസ് റോക്കി അടിച്ചു കളയാൻ നോക്കിയെങ്കിലും അത് കയ്യിൽ നിന്നും പോകുന്നില്ല. ഇതിൽ നിന്ന് തന്നെ റോക്കി ബായ് തിരികെ വന്നേക്കാമെന്ന സൂചന നമുക്ക് കാണാം. മാത്രമല്ല ഇത്രയും സ്വർണം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. ഈ സ്വർണത്തിൻ്റെ ക്യാഷ് പാർലമെൻറ്റിൽ വരെ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ റിയൽ ഹിസ്റ്ററിയിൽ നടന്ന 1990 ഇന്ത്യൻ എക്കണോമിക് ക്രൈസിസ് KGF 3യിൽ റോക്കി കാരണം ഉണ്ടായതാണെന്ന് കാണിക്കാൻ സാധിക്കും. അതേപോലെ CIA ഫയൽ കണ്ട് രമിക സെൻ ഞെട്ടുന്നുണ്ട്. അത് റോക്കിയുടെ പഴയ ക്രൈംസ് കണ്ടിട്ടാണോ അതോ പുതിയ ക്രൈംസ് കണ്ടിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അതിലായിക്കൂടെ ആദ്യമേ റോക്കിയുടെ ഫോട്ടോ കാണുന്നത്. റോക്കി മരിച്ചില്ല എന്ന് രമിക സെൻ ആ ഫയലിലൂടെ അറിയുന്നതായിക്കൂടെ ആ ഞെട്ടലിന് കാരണം. അതേപോലെ അവസാന ഭാഗത്ത് ഇനായത് ഖലീലിനെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് അയാളെ അവസാന ഭാഗത്ത് കാണിച്ചത്? റോക്കി രക്ഷിക്കുന്നതിൽ അയാളുടെ പങ്കും ഒരുപക്ഷെ ഉണ്ടായിക്കൂടെ. റോക്കിയോട് എന്ത് വേണമെന്ന് കുട്ടിക്കാലത്ത് ചോദിച്ചപ്പോൾ ദുനിയ അഥവാ ലോകം വേണമെന്നാണ് റോക്കി പറഞ്ഞത്. റോക്കി ജിമ്മി കാർട്ടറിനോട് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ CEO ആണ് റോക്കി, ലോകത്തിൻ്റെ അല്ല. അതേപോലെ ലോകത്തുള്ള എല്ലാ സ്വർണവും തൻ്റെ അമ്മയ്ക്ക് കൊണ്ടുതരുമെന്നാണ് റോക്കി വാക്ക് കൊടുത്തതും. KGFിലെ സ്വർണം മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മുഴുവൻ സ്വർണം റോക്കിക്ക് നേടണം. എന്നാൽ രമിക സെൻ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ റോക്കിക്കുണ്ട്. റോക്കി സമ്പാദിച്ച ശത്രുക്കൾ ഒരുപാടാണ്. റോക്കി മരിച്ചു എന്നെല്ലാവരെയും വിശ്വസിപ്പിച്ചാൽ റോക്കിക്ക് തന്നെ ലക്ഷ്യം നേടിയെടുക്കാം. അതിനാകാം ഒരുപക്ഷെ ഈ മരണനാടകം. അങ്ങനെ റോക്കി ബായിയെ തിരികെ കൊണ്ടുവരാനുള്ള കാരണങ്ങൾ ഏറെയാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് നല്ല കമൻറ്റുകൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കമൻറ്റുകൾ വെച്ച് നിങ്ങൾ പറയുന്ന സാധ്യതകളെപ്പറ്റി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഈ പറഞ്ഞ 2 പോസിബിലിറ്റിയും, അതായത് ആ 3 വർഷത്തെ കഥയും റോക്കി ബായ് തിരിച്ചു വരുന്നതും വേണമെങ്കിൽ 3ാം ഭാഗത്ത് ഒരുമിച്ച് കാണിക്കാം. സിനിമ തുടങ്ങുന്നത് ആ 3 വർഷത്തെ കഥ വെച്ചാണെങ്കിൽ അവസാനിക്കുന്നത് റോക്കി ബായുടെ തിരിച്ചുവരവിലൂടെ ആകാം. അതും വേണമെങ്കിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ. എങ്ങനെ റോക്കി രക്ഷപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം ആ 3 വർഷത്തിലാകും ഉണ്ടാകുക. അതിനുശേഷം ആ തിരിച്ചുവരവ് കാണിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയ ഐഡിയ ആണ്. ഇങ്ങനെ കൊണ്ടുവന്നാൽ ഒരു 4ാം ഭാഗവും സുഖമായി ഇവർക്ക് ഇറക്കാം.
ഇനി റോക്കി ബായ് ഇല്ലാത്തൊരു KGF 3 അതിനുള്ള സാധ്യത തീരെ കുറവാണെന്ന് നമുക്കറിയാം. റോക്കി ബായ് ആണ് KGFന്റെ സോൾ. അയാളില്ലാതെ എന്ത് KGF? കൊമേഴ്ഷ്യലി നോക്കിയാൽ തന്നെ അതൊരു വലിയ നഷ്ടവുമാണ്. സോ ഇനിയൊരു KGF 3 ഉണ്ടാവുകയാണെങ്കിൽ അതിലെന്തായാലും റോക്കി ബായ് ഉണ്ടായിരിക്കും. അതിപ്പോൾ പാസ്റ്റിലെ സ്റ്റോറി ആയാലും ഫ്യൂച്ചറിലെ സ്റ്റോറി ആയാലും. KGF 3യിൽ വരാൻ സാധ്യതയുള്ള മെയിൻ സ്റ്റോറി പോസിബിലിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനു പുറമെ എന്തെങ്കിലും സ്റ്റോറി പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന കമൻറ്റുകൾ വെച്ചിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് പുറമേ തന്നെ സലാറും ബഗീരിയും ഒക്കെയുള്ള KGF യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ തിയറിയും ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓൾസോ KGFനെ പറ്റിയിട്ട് വേറെയും ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.